അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്ത്യാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി നിശേഷീകൃതരക്തബീജദനുജേ. നിത്യേ നിസുംഭാപഹേ സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണിം സൽപ്രകരപരമാഹ്ലാദജനനിം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാവ്യഭംഗി ഉണരാ തവ കാലിലൊന്നു തൊടുവാൻ കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാല ചാർത്തിയണയൂ മമ മാലകന്നു കഴിയാൻ മാല ചാർത്തിയണയൂ അമ്മേ മാലകന്നു കഴിയാൻ മമ മാലകന്നു കഴിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം വ്യസനജാല നാശം അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാ ആ നന്മയിൽ അലിയാ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വെക്കാമക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വെക്കാമക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാ ആ നന്മയിൽ അലിയാ. അമ്മയെ അറിയാ ആ ഉണ്മയിൽ അലിയാ. അമ്മയെ അറിയാ. അമ്മയെ അറിയാ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സദാ സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം 4-ാമത്തെ സ്കന്ധം 22-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 13 കൂടിയുള്ള ശ്ലോകങ്ങളെ ഇപ്പോൾ പാരായണം ചെയ്ത് സമർപ്പിക്കുന്നു. അഥാ ചതുർത്ഥസ്കന്ധ 22-ാധ്യായ. ജനമേജയ ഉവാച കിം കൃതം പാതകം തേന ബാലകേന പിതാമഹ യജ്ജാതമാത്രോ നിഹതസ്തഥാ തേന ദുരാത്മനാ. നാരദോപി മുനിശ്രേഷ്ഠോ ജ്ഞാനവാൻ ധർമ്മതൽപര കഥമേവം വിധം പാപം കൃതവാൻ ബ്രഹ്മവിത്തമാ. കർത്താ കാരയിതാ പാപേ തുല്യപാപൗ സ്മൃതൗ ബുധൈ സകഥം പ്രേരയാമാസ മുനി കംസം ഖലം തദാ. സംശയോയം മഹാന്മേത്ര ബ്രൂഹി സർവം സവിസ്തരം യേന കർമ്മവിപാകേന ബാലകോ നിധനം ഗതാ. വ്യാസ ഉവാച നാരദ കൗതുകപ്രേക്ഷീ സർവദാ കലഹപ്രിയാ ദേവകാര്യാർത്ഥമാഗത്യ സർവമേതൽ ചകാരഃ. ന മിഥ്യാഭാഷണേ ബുദ്ധിർമുനേസ്തസ്യ കദാചന സത്യവക്താ സുരാണാം സാ കർത്തവ്യേ നിരതശുചി. ഏവം ഷഡ്ബാലകാസ്തേന ജാതാ നിപാതിതാ ഷഡ്ഗർഭാ ശാപയോഗേന സംഭൂയ മരണം ഗതാ. ശൃണുരാജൻ പ്രവക്ഷ്യാമി തേഷാം ശാപസ്യ കാരണം സ്വായംഭുവേന്ദരേ പുത്രാമരീചേഷന്മഹാബല
ഊർണായാം ചൈവ ഭാര്യായാമാസൻ ധർമ്മവിചക്ഷണാ ബ്രഹ്മാണം ജഹസുർവീക്ഷ്യ സുതാം യഭിതുമുദ്യതം ശശാപ താംസ്തദാ ബ്രഹ്മാദൈത്യയോനിം വിശന്വഥാ കാലനേമി സുതാജാതാസ്തേ ഷഡ്ഗർഭാ വിശാംപതേ അവതാരേ പരേ തേ തൂ ഹിരണ്യകശിപോ സുതാ ജാതാസ്തേ ജ്ഞാനസംയുക്താ പൂർവശാപഭയാൻ നൃപ തസ്മിൻ ജന്മനിശാന്താശ്ച തപശ്ചക്രു സമാഹിതാം തേഷാം പ്രീതോഭവൽ ബ്രഹ്മാ ഷഡ്ഗർഭാണാം വരാൻ ദദൗ ബ്രഹ്മോവാച ശബ്ദായൂയം മയാ പൂർവം ക്രോധയുക്തേന പുത്രകാ തുഷ്ടോസ്മി വോ മഹാഭാഗാ ബ്രുവന്തു വാഞ്ഛിതം വരം സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ്ദേവി ഭാഗവതം ചതുർത്ഥസ്കന്ധം 22-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ ശ്ലോകം മുതൽ 13 കൂടിയുള്ള ശ്ലോകങ്ങൾ ഇപ്പോൾ ഭാഷാഗാനമായി പാടി അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ജനമേജയം പറഞ്ഞു, ജനിച്ചപ്പോൾ തന്നെ കംസനാലെ കൊല്ലപ്പെടുവാനായി എന്തു പാപമാണ് ശിശു ചെയ്തതു ചൊല്ലൂ. ബ്രഹ്മജ്ഞരിൽ ശ്രേഷ്ഠനും ജ്ഞാനിയുമായ ധർമാത്മാവാം നാരദനും എന്തുകൊണ്ടു പാപത്തെ ചെയ്തു. പാപം ചെയ്യുന്നവനും ചെയ്യിക്കുന്നോനും ഒരുപോലെ പാപികൾ എന്നിട്ടുമെന്തേ മുനി ഈ വിധം. എനിക്കു സംശയമുണ്ട്, എല്ലാം വിസ്തരിച്ചു ചൊല്ലൂ. ഏതു കർമ്മദോഷത്താലേ കുഞ്ഞു മരിച്ചു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. വ്യാസൻ പറഞ്ഞു, കൗതുകം കാണാൻ മോഹിക്കും കലഹപ്രിയനാം മുനി ദേവകാര്യ സാധ്യത്തിനായി ചെയ്തതിതെല്ലാം. അസത്യത്തിൽ തൽപരനല്ല, നിത്യം സത്യസന്ധനും ദേവകാര്യ വ്യഗ്രൻ ശുദ്ധൻ നാരദമുനി. ഈ വിധം ജനിച്ച 6 പുത്രരെയും കൊന്നു കംസൻ. ശാപത്താലെ ജനിച്ചവർ മരിച്ചും പോയി. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ശാപത്തിൻ്റെ കാരണം ചൊല്ലിടാം ഞാൻ സ്വയംഭൂവ മന്വന്തരെ. മരീചിക്കോ
ആറു പുത്രന്മാരും പൂർണ്ണ തന്നിൽ ജനിച്ചല്ലോ. ധർമ്മവിചക്ഷരാമവർ വാണിയെ പ്രാപിക്കും ബ്രഹ്മനെ കളിയാക്കി. ദൈത്യരായി പിറക്കട്ടെ ശപിച്ചല്ലോ ബ്രഹ്മദേവൻ. കാലനേമി തൻ പുത്രരായി പിറന്നാനവർ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അവരാറും ഹിരണ്യകശിപു തന്നൂടെ പുത്രരായി പൂർവശാപഭയത്താലേ ജ്ഞാനികളായി. ആ ജന്മത്തിൽ ശാന്തരായി തപസ്സു ചെയ്താനവരും സന്തുഷ്ടനാം ബ്രഹ്മദേവൻ വരത്തെ നൽകി. ബ്രഹ്മാവ് പറഞ്ഞു, നിങ്ങളെ ഞാൻ കോപം കൊണ്ടു ശപിച്ചല്ലോ. എന്നാലിപ്പോൾ നിങ്ങൾക്കു ഞാൻ നൽകാം ഇഷ്ടപ്പെട്ട വരങ്ങൾ. അമ്മേ ദേവി അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം. ലക്ഷ്മി ശരണം. ഭദ്രേ ശരണം. വാണി ശരണം. കാളി ശരണം. ഭദ്രകാളി ശരണം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സദാ സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുകയെൻ്റെ നാവിലനിശം. വാക്കായി സുഗീതങ്ങളായി ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനാംബികേ. ദേവി നിന്നുടെ പാദയുഗ്മമതിലായി വീഴുന്നു ജ്ഞാനംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാനെന്ന അക്ഷരോപാസനയുടെ 405-ാമത്തെ ദിവസം. ഇന്ന് ശ്രീമദ് ദേവി ഭാഗവതം 22-ാമത്തെ അധ്യായം, 4-ാമത്തെ സ്കന്ധത്തിൽ 22-ാമത്തെ അധ്യായത്തിൽ ആദ്യത്തെ 13 ശ്ലോകങ്ങളാണ് നമ്മൾ പാരായണം ചെയ്തതും ഭാഷാഗാനമായി പാടിയതും ഇപ്പോൾ പ്രഭാഷണ രൂപത്തിൽ അനുസ്മരിക്കുന്നതും. ദേവന്മാരുടെ അംശാവതാര വർണ്ണനം എന്നാണ് ഇതിന് പേര് കൊടുത്തിട്ടുള്ളത്. ജനമേജയൻ വ്യാസനോട് ചോദിക്കണു, കിം കൃതം പാതകം തേന ബാലകേന പിതാമഹ യജാതമാത്രോ നിഹത തഥാ തേന ദുരാത്മന. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കേട്ടു, നാരദന്റെ വാക്ക് കേട്ട കംസൻ ആ കുഞ്ഞിനെ കൊണ്ടുവന്ന് നിഗ്രഹിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ എന്ത് പാപമാണ് ആ കുഞ്ഞു ചെയ്തത്? പിതാമഹ, ആ ഉണ്ണി യജാതമാത്രോ നിഹത തഥാ തേന ദുരാത്മന, ദുരാത്മാവായ കംസനാൽ
ജനിച്ച മാത്രയിൽ തന്നെ കൊല്ലപ്പെടാൻ കിം കൃതം പാതകം തേന ബാലകേന, ആ ബാലകൻ, ആ ശിശു എന്ത് പാപമാണ് ചെയ്തത്? നാരദോപി മുനിശ്രേഷ്ഠോ ജ്ഞാനവാൻ ധർമ്മതൽപര. നാരദനാകട്ടെ മുനിമാരിൽ ശ്രേഷ്ഠനാണ്, ജ്ഞാനിയാണ്, ധർമ്മതൽപരനാണ്. എന്നിട്ടും കഥമേവം വിധം പാപം കൃതവാൻ ബ്രഹ്മവിത്തമ. എന്തുകൊണ്ടാണ് ആ നാരദൻ ഇത്തരത്തിൽ ഒരു പാപം ചെയ്തത്? കർത്താ കാരയിതാ പാപേ തുല്യപാപൗ സ്മൃതൗ ബുധൈ. പാപം ചെയ്യുന്നവനും അതിനെ പ്രേരിപ്പിക്കുന്നവനും ചെയ്യിപ്പിക്കുന്നവനും പാപത്തിൽ തുല്യ പങ്കാളിത്തം, അല്ലേ? വിദ്വാൻമാര് ബുധന്മാര് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ സകഥം പ്രേരയാമാസ മുനി കംസം ഖലം തഥാ. അപ്പൊ നാരദ മുനി എന്തുകൊണ്ടാണ് ദുഷ്ടനായ ഖലനായ കംസനെ ഇതിന് പ്രേരിപ്പിച്ചത്? സംശയോയം മഹാൻമേത്ര ബ്രൂഹി സർവം സവിസ്തരം യേന കർമ്മവിപാകേന ബാലകോ നിധനം ഗത. എനിക്കിതിൽ വലിയ സംശയമുണ്ട്. അത്ര മേ മഹാൻ സംശയ, വലിയ സംശയമുണ്ട്. അപ്പോൾ ബ്രൂഹി സർവം സവിസ്തരം, എല്ലാം വിസ്തരിച്ച് പറയൂ. ഏത് കർമ്മദോഷം കൊണ്ടാണ്, കർമ്മവിഭാഗം കൊണ്ടാണ് ഈ ബാലകൻ വധിക്കപ്പെട്ടത് എന്ന് ചോദിച്ചപ്പോൾ വേദവ്യാസൻ അതിന് മറുപടി പറയാൻ തുടങ്ങുകയാണ്. നാരദ കൗതുക പ്രേക്ഷി. നാരദ എങ്ങനെയുള്ള ആളാണ്? കൗതുകം കാണാൻ കൊതിയുള്ള ആളാണ്. കൗതുക പ്രേക്ഷി. സർവദാ കലഹപ്രിയ. സർവസമയത്തും കലഹത്തിൽ വലിയ താല്പര്യമുള്ള ആളാണ്. അപ്പോ നാരദനെ ഇങ്ങനെയും വർണ്ണിക്കും, അല്ലേ? ഭക്തോത്തമനായിട്ടും വർണ്ണിക്കും. ഇതൊക്കെ ഓരോ ഗ്രന്ഥങ്ങളുടെ രീതിയായിട്ട് മാത്രമേ നമുക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ. ഏതായാലും ദേവകാര്യാർത്ഥമാഗത്യ സർവമേതൽ ചകാരഹ. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങോട്ട് വന്നത്? ദേവകാര്യം സാധിക്കാൻ വേണ്ടി വന്ന് ചെയ്തതാണ് ഇത് മുഴുവൻ എന്ന് മനസ്സിലാക്കൂ. ന മിഥ്യാഭാഷണേ ബുദ്ധിർമുനേസ്തസ്യ കഥാചന. പൊളി പറയുന്നതിൽ ഒരിക്കലും താല്പര്യമുള്ള ആളല്ല നാരദൻ. അപ്പോ അദ്ദേഹം സത്യവക്ത സുരാണാംസ കർത്തവ്യേ നിരതശുചി. സത്യം പറയുന്നവനും ദേവകാര്യ വ്യഗ്രനും, ദേവകാര്യങ്ങളൊക്കെ നടത്താൻ താല്പര്യമുള്ളവനും അതേപോലെ തന്നെ ശുദ്ധനുമാണ്, ശുചിയുമാണ് അദ്ദേഹം. ഏവം ഷഡ്ബാലകാസ്തേന ജാതാ നിപാതിത. ആദ്യത്തെ കീർത്തിമാൻ എന്ന ഉണ്ണിയെ മാത്രമല്ല, കീർത്തിമന്തം പ്രഥമജം എന്ന് ഭാഗവതം. കീർത്തിമാൻ, സുഷേണൻ, ഭദ്രസേനൻ, ഋജു, സംവർദ്ധനൻ, ഭദ്രൻ, 6 ഉണ്ണികൾ. ഈ 6 കുട്ടികളെയും ജനിച്ച മാത്രയിൽ തന്നെ കംസൻ നിഗ്രഹിച്ചു. ഷഡ്ഗർഭാ ശാപയോഗേന സംഭൂയ മരണംഗത. ഷഡ്ഗർഭന്മാർ എന്നറിയപ്പെടുന്ന ഇവർ ശാപം കൊണ്ടാണ് ജനിച്ചതും കംസനാൽ കൊല്ലപ്പെട്ടതും. ശൃണുരാജൻ പ്രവക്ഷ്യാമി തേഷാം ശാപസ്യ കാരണം. ശാപം കൊണ്ടാണെന്ന് പറഞ്ഞില്ലേ? ആ ശാപത്തിന് കാരണം എന്താണ് എന്ന് ജനമേജയ മഹാരാജാവെ അങ്ങേക്ക് പറഞ്ഞു തരാം. സ്വയംഭുവേന്തരേ, സ്വയംഭുവാന്തരം എന്ന് വെച്ചാൽ ആ മന്വന്തരം, സ്വയംഭുവിൻ്റെ മന്വന്തരം, ആദ്യത്തെ മന്വന്തരത്തിൽ പുത്ര മരീചേ ഷൺമഹാബല. സ്വയംഭൂ മന്വന്തരത്തിൽ മരീചിക്ക് ബലവാന്മാരായ 6 പുത്രന്മാർ. ഊർണായാം ചൈവ ഭാര്യായാം ആസൻ ധർമ്മവിചക്ഷണ. ഊർണ എന്ന ഭാര്യയിൽ, ഊർണയും മരീചിയും അവരിലുണ്ടായ കുട്ടികളാണ് 6 പേര്. അവര് ധർമ്മവിചക്ഷണന്മാരായിരുന്നു. പക്ഷേ ബ്രഹ്മാണം ജഹസുർവീക്ഷ്യ സുതാം യഭിതുമുദ്യതം. സ്വന്തം പുത്രിയെ, ആ സരസ്വതിയെ തന്നെ പ്രാപിക്കാൻ ശ്രമിച്ച ബ്രഹ്മാവിനെ നോക്കി ഇവർ കളിയാക്കി ചിരിച്ചു. ശശാപതാംസ്തദാ ബ്രഹ്മാ ദൈത്യയോനിം വിശന്വധ. അപ്പൊ ബ്രഹ്മാവ് എന്ന് ശപിച്ചു, നിങ്ങൾ ദൈത്യയോനിയിൽ ചെന്ന് പിറക്കട്ടെ എന്ന് ശപിച്ചു. കാലനേമി സുതാജാതാസ്തേ ഷഡ്ഗർഭാ വിശാംപതേ. അങ്ങനെ കാലനേമിയുടെ പുത്രന്മാരായി ഷഡ്ഗർഭന്മാർ അങ്ങനെ ജനിച്ചു, ഈ 6 പേര്. അവതാരേ പരേതേ തൂ ഹിരണ്യകശിപോ സുത. പിന്നീടോ മറ്റൊരു ജന്മത്തിൽ അവർ 6 പേരും ഹിരണ്യകശിപുവിൻ്റെ മക്കളായിട്ട് പിറന്നു. ജാതാസ്തേ ജ്ഞാനസംയുക്ത പൂർവശാപഭയാൻ നൃപ. പൂർവശാപഭയം കൊണ്ട് അവർ 6 പേരും ജ്ഞാനികളായി തീർന്നു.
തസ്മിൻ ജന്മനി ശാന്താശ്ച തപശ്ചക്രു സമാഹിത തേഷാം പ്രീതോ ഭവൽ ബ്രഹ്മ ഷഡ്ഗർഭാണാം വരാന്തതോ. അപ്പോ ആ ജന്മത്തിൽ ഇവര് ആദ്യം കാലനേമിയുടെ പുത്രന്മാരായി ആ ബ്രഹ്മശാപം കൊണ്ട് ഷഡ്ഗർഭന്മാർ എന്നറിയപ്പെടുന്നവര് കാലനേമിയുടെ പുത്രന്മാരായിട്ട് പിറന്നു. ഈ കാലനേമിയാണ് പിന്നീട് കംസനാവുന്നത് എന്നുള്ളത് നമുക്ക് കേൾക്കാൻ സാധിക്കും. മുമ്പ് പലയിടത്തും പറയുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ 6 പേര് കാലനേമിയുടെ പുത്രന്മാരായിട്ട് പിറന്നു. അത് കഴിഞ്ഞിട്ടോ മഹാരാജാവെ പിന്നീട് അവര് ഈ ഹിരണ്യകശിപുവിൻ്റെ പുത്രന്മാരായി ജനിച്ചു. അപ്പം അങ്ങനെ 2 ജന്മങ്ങളായി. പൂർവശാപ ഭയം കൊണ്ട് ഇനിയും ശാപമുണ്ടാവുമെന്ന് പേടിച്ചിട്ട് അവര് എന്തു ചെയ്തു? 6 പേരും വളരെ ജ്ഞാനികളായിട്ട് ഇരുന്നു. ആ ജന്മത്തിൽ അവര് തസ്മിൻ ജന്മനി ശാന്താശ്ച തപശ്ചക്രു സമാഹിത തേഷാം പ്രീതോ ഭവൽ ബ്രഹ്മ ഷഡ്ഗർഭാണാം വരാന്തതു. അവർ ശാന്തരും ഏകാഗ്രചിത്തരുമായി തപസ്സു ചെയ്തു. ബ്രഹ്മാവ് സന്തോഷത്തോടുകൂടി അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ആ ഷഡ്ഗർഭന്മാർക്ക് വരം നൽകുകയും ചെയ്തു. ബ്രഹ്മാവ് പറയുകയാണ്, ശബ്ദായൂയം മയാ പൂർവം ക്രോധയുക്തേന പുത്രകാഹ. ഹേ കുട്ടികളെ, എൻ്റെ മക്കളെ എന്ന് വിളിക്കുകയാണ്. പുത്രകാ, ഞാൻ മുമ്പ് മയാപൂർവം ക്രോധയുക്തേന ദേഷ്യം വന്നപ്പോ നിങ്ങളെ ശപിച്ചു. ഞാനിപ്പോ തുഷ്ടോസ്മി ഓ മഹാഭാഗ, അല്ലയോ മഹാഭാഗന്മാരെ, ഭാഗ്യവാന്മാരെ, ഇപ്പോ ഞാൻ നിങ്ങളിൽ സന്തോഷിച്ചു. ആദ്യം കോപിച്ചു, അപ്പൊ ശപിച്ചു. ഇപ്പൊ ഞാൻ സന്തോഷിച്ചു, അപ്പൊ നിങ്ങൾക്ക് വരം തരാം. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടമുള്ള വരം അത് എന്നോട് ചോദിച്ചോളൂ. ബ്രുവന്തു വാഞ്ചിതം വരം, എന്ത് വരം വേണമെങ്കിൽ എന്നോട് ചോദിച്ചോളൂ. അന്ന് ദേഷ്യം വന്നപ്പോൾ നിങ്ങളെ ഞാൻ ശപിച്ചു എന്നുള്ളത് ശരിയാണ്. ഇപ്പം നിങ്ങളുടെ തപസ്സുകൊണ്ട് ഞാൻ വളരെ സന്തോഷിക്കണു. ആ സന്തോഷം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രകടിപ്പിക്കണു. നിങ്ങൾക്ക് എന്ത് വരം വേണമെങ്കിലും എന്നോട് ചോദിക്കൂ എന്ന് പറയുന്നിടത്താണ് നമ്മൾ ഇന്ന് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നത്. സർവത്ര ദേവീ നാമ സങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല. ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു
അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു. ആരതിയൊഴിയുന്നു. അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു. ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു. അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു. അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.